നിങ്ങൾ KDF എന്ന് കേട്ടിട്ടുണ്ടോ? KLF എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ? ഭയങ്കര പ്രമാദമായിട്ടുള്ള കേരളത്തിൻ്റെ എല്ലാ തലയിൽ നിന്നും ആളുകൾ കോഴിക്കോട് ബീച്ചിൽ വന്ന് കൂടിയിട്ട് ആഘോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു KLF. പക്ഷേ KDF എന്നൊരു സംഭവം അധികം ആളുകൾ കേട്ടിട്ടില്ല തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അതായത് അന്ന് ഞാൻ മറ്റൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയതായിരുന്നു. അപ്പോഴാണ് കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്. KDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഡിസേബിലിറ്റി ഫെസ്റ്റിവൽ. അതായത് നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു സമയം, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ്. അധികം ഒന്നും കൊട്ടിഘോഷിക്കപ്പെടാതെ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആരിലേക്ക് എത്താതിരുന്നത്. ഞാൻ മാത്രം അറിയാതിരുന്നതാണോ എന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആ ഫെബ്രുവരി 1-ാം തീയതി ഈ KDFൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നു. 4 ദിവസം എന്തോ ആണ് ഈ ഒരു പരിപാടി ഉണ്ടായിട്ടുള്ളത്, അന്വേഷിച്ചപ്പം അറിയാൻ പറ്റിയത്. എന്തായാലും പോയപ്പം ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഈ കാണുന്ന ഈ പച്ച പരവതാനം ഉണ്ടല്ലോ, നമ്മൾ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രീൻ കാർപ്പറ്റ്, ഇതിലെ ആളുകൾ ഈ ഒരു കടപ്പുറത്തേക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അതായത് മണലിൽ പൂണ്ട് അവരുടെ വണ്ടി ചക്രങ്ങൾ മണലിൽ പൂഴ്ന്നു പോവാതെ കടൽ അസ്തമയം കാണാൻ വേണ്ടിയിട്ടും കടൽക്കരയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഗ്രീൻ കാർപ്പറ്റ്, അങ്ങനെ തന്നെ വേണം പറയാൻ. റെഡ് കാർപ്പറ്റ് മാത്രമല്ല, ഗ്രീൻ കാർപ്പറ്റും അടിപൊളിയാണല്ലോ. അപ്പം അങ്ങനെ ഒരുക്കിയിട്ടുള്ള ഒരു സംഭവം അതുകൂടെ കണ്ടപ്പം ഭയങ്കര സന്തോഷം. കുറേ മനുഷ്യർ പ്രതീക്ഷിക്കാതെ ഞാൻ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ സംഭവിക്കുന്നത്. എന്തായിരുന്നാലും KDF നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ബീച്ചിലുള്ളത് ഈ ഒരു KDFന് വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളുകളല്ല, അല്ലാതെയും സാധാരണ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ആളുകൾ എല്ലായ്പ്പോഴും വരാറുണ്ട്. അതിൻ്റെ ആളുകൾ കൂടിയുണ്ട്. പിന്നെ മറ്റൊന്ന് STUവിൻ്റെ സമ്മേളനം നടക്കുന്ന ദിവസം കൂടി ആയിരുന്നു അന്ന്. അതിൻ്റെ ആളുകളും ഒക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ആളുകളും ബഹളവും അതേപോലെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം.